കേരളത്തിൽ ഐ ടി രംഗം വമ്പൻ കുതിപ്പിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേരളത്തിൽ തങ്ങളുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ സ്ഥാപിക്കാൻ 30ഓളം അന്താരാഷ്ട്ര കമ്പനികളാണ് ഇപ്പോൾ താൽപ്പര്യപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര HR കമ്പനിയായ ഫസ്റ്റ് മെറിഡിയൻ്റെ ബിസിനസ് റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. അവരുടെ പ്രകാരം ഏകദേശം 30ഓളം ബഹുരാഷ്ട്ര കമ്പനികളാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തൊഴിലവസരങ്ങളായിരിക്കും സംസ്ഥാനത്ത് വരാൻ പോകുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ മൂലം ഇന്ത്യയിൽ ഏകദേശം 30 ലക്ഷത്തോളം പേർക്ക് 2030 ആകുമ്പോഴത്തേക്കും അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒട്ടാകെ തൊഴിൽ കിട്ടുമെന്നും അതിൽ നല്ലൊരു ഭാഗം നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലായിരിക്കുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് കണക്ക് പ്രകാരം പറയുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വലിയൊരു കുതിപ്പിനാണ് ഇപ്പോൾ സംസ്ഥാനത്തെ IT പാർക്കുകൾ തടുക്കാൻ പോകുന്നത്. ITES മേഖലയിലെ 30ഓളം ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ അവരുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ സ്ഥാപിക്കാനായി സംസ്ഥാന സർക്കാരുമായി ചർച്ചയിലാണ്. കോംപ്ലൈ, ജയന്റ് ഈഗിൾ, മൈക്രോപോളിസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളും ഈ കമ്പനികളുടെ പട്ടികയിലുണ്ട്. അങ്ങനെ അന്താരാഷ്ട്ര കമ്പനികളാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. ബഹുരാഷ്ട്ര കമ്പനികൾക്ക് തങ്ങൾക്ക് വേണ്ടുന്ന മനുഷ്യ വിഭവശേഷി ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങളാണ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ, അതായത് GCCകൾ. വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന GCCകളെ ആകർഷിക്കാനായി സംസ്ഥാന സർക്കാരിൽ മത്സരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് തൊഴിലവസരങ്ങളാണ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ ഒരു കമ്പനി അതാത് രാജ്യത്ത് അല്ലെങ്കിൽ അതാത് സ്ഥലത്ത് സ്ഥാപിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനത്തെ 30ഓളം കമ്പനികളാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, പരിശോധിക്കുമ്പോഴത്തേക്കും ഏകദേശം 2026 മാത്രം 1.5 ലക്ഷം തൊഴിലുകളാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 1.5 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ കിട്ടുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് മെറിഡിയൻ ബിസിനസ് റിപ്പോർട്ടിനെ അധികരിച്ചാണ് ഈ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ഹൈ പവർ IT കമ്മിറ്റിയും HR കമ്പനികളുടെ കൺസോർഷ്യവുമാണ് ഇപ്പോൾ വിവിധ കമ്പനികളുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവയിൽ പുതിയ കമ്പനികളും നിലവിൽ GCCകളെ വിപുലീകരിക്കാൻ താൽപ്പര്യമുള്ള കമ്പനികളും ഉൾപ്പെടുമെന്ന് സംസ്ഥാന IT സെക്രട്ടറി സാംബശിവറാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, നിരവധി പ്രമുഖ കമ്പനികൾ ഇതിനകം തന്നെ കേരളത്തിൽ അവരുടെ GCCകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയിൽ നമ്മുടെ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അതുകൊണ്ട് തന്നെ മികച്ച ടാലൻറ്റ് പൂളുള്ള സംസ്ഥാനം കൂടി നമ്മളാണ്. അതിനെ കൂടി മുതലാക്കാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര കമ്പനികൾ അവരുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ കേരളത്തിൽ സ്ഥാപിക്കുന്നത്. മാത്രമല്ല, നിലവിലത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഈ കേരളത്തിലുള്ള IT പാർക്കുകൾ തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും കോഴിക്കോട്ടായാലും നിലവിലുള്ള IT പാർക്കുകളിൽ സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. മാത്രമല്ല, ഏഷ്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് നമ്മുടെ സംസ്ഥാനത്താണ്. 72,000ഓളം പേര് ജോലി ചെയ്യുന്ന ടെക്നോ പാർക്കും നമ്മുടെ സംസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ മികച്ച സൗകര്യങ്ങളുണ്ട്, മികച്ച ടാലൻറ്റ് പൂളുണ്ട്. അതിനെ വ്യക്തമായ രീതിയിൽ മുതലാക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ ഇനിയും വരുമെന്നും IT സെക്രട്ടറി പറയുന്നുണ്ട്. അതുകൂടി ചേർത്താണ് ഇപ്പോൾ. മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഹൈ പവർ IT കമ്മിറ്റി HR കൺസോർഷ്യവുമായി നടത്തുന്ന ചർച്ചകൾ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ കമ്പനികൾ വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാലും സംസ്ഥാന സർക്കാരും വ്യക്തമായ IT രംഗത്ത് വ്യക്തമായ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായ ഒരു പാതയുണ്ട്. ആ പാതയിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങൾ സംസ്ഥാനത്തിന് കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ. അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്തായാലും സംസ്ഥാനത്ത് വലിയ മാറ്റമുണ്ടാകും. അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ നേട്ടം അടുത്ത 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര IT കമ്പനിയായ ഫസ്റ്റ് മെറിഡിൻ്റെ ബിസിനസ് റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.